ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 5A ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ 5 സബ് ക്വസ്റ്റ്യൻസ് ഉള്ളതായിരുന്നു. അത് ചെയ്തു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഇഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് ഈക്വൽ റൂട്ട്സ്. 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിന് ഈക്വൽ റൂട്ട്സ് ആണുള്ളത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4x² മൈനസ് പി മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ളതാണ്. തന്നിട്ടുണ്ട് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഒരു സൊല്യൂഷനേ ഉള്ളൂ എന്ന്. ഒരു സൊല്യൂഷൻ മാത്രമാണുള്ളതെങ്കിൽ അതിൻ്റെ discriminant 0 ആയിരിക്കും. If the given quadratic equation has only one solution, its discriminant b² minus 4ac will be equal to 0. So here a is equal to 4, b is equal to minus p minus 2, c is equal to 1. So finding b² minus 4ac, b² minus 4ac, we can write minus p minus 2 the whole square minus p minus 2 the whole square b² minus 4 into a into 4, a is 4 here, into c equal to 1, which gives you we can expand this. Expanding this, we get p² plus a minus b whole square equal to a² minus 2ab plus b². So we get p² plus 4 minus 4p minus 16. Or we get p² minus 4p minus 12 is equal to 0. b² minus 4ac equal to 0 here. ഓക്കെ, വി ആർ ഗെറ്റിംഗ് എഗെയിൻ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്ക് വീണ്ടും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് വേണം പി കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്: p² മൈനസ് 4p മൈനസ് 12 ഈക്വൽ ടു 0. നമുക്കിതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഓർ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അത് നിങ്ങൾ അടുത്ത സെക്ഷനിൽ പഠിക്കുന്നതാണ്. നേരത്തെ പോളിനോമിയൽസ് ഫാക്ടറൈസ് ചെയ്യാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഇവിടെ അതാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമ്മളിത് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യുക? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയുന്ന കാര്യമാണ് അപ്ലൈ ചെയ്യുക. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് വെച്ചാൽ ഇതിലെ മിഡിൽ ടേം ഏതാണ്? 4pയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 4pയെ സ്പ്ലിറ്റ് ചെയ്ത് 2 ടേംസ് ആക്കും. അത് പല രീതിയിൽ ചെയ്യാം. -4 ആണ്, അപ്പോൾ -1 പ്ലസ് -3 ചെയ്യാം, -2 പ്ലസ് -2 ചെയ്യാം, എങ്ങനെയാണേലും ചെയ്യാം. പക്ഷേ ഇവിടെ ചെയ്യാൻ ഒരു കണ്ടീഷനുണ്ട്. ദ 4p മസ്റ്റ് ബി സ്പ്ലിറ്റഡ് സച്ച് ദാറ്റ് സം ഓഫ് ദാറ്റ് 2 ടേംസ് വിൽ ബി ഈക്വൽ ടു -4 ആൻഡ് പ്രോഡക്റ്റ് മസ്റ്റ് ബി ഈക്വൽ ടു -12. അതായത് സമ്മ എന്തായിരിക്കണം? -4p ആയിരിക്കണം. പ്രോഡക്റ്റ് എന്തായിരിക്കണം? ആ 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് -12 ആയിരിക്കും. അങ്ങനെ കിട്ടുന്ന നമ്പേഴ്സ് ഉണ്ടോ? 4ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. 12ൻ്റെ ഫാക്ടേഴ്സ് നോക്കുന്നതാണ് എളുപ്പം. 1 ഇൻറ്റു 12 നമുക്ക് എങ്ങനെ ചെയ്താലും 4 കിട്ടില്ല, -4 കിട്ടില്ല. 2 ഇൻറ്റു 6 12 ആണ്.
2 പ്ലസ് 6 8 ആണ്. പക്ഷെ -6 പ്ലസ് 2 എത്രയാണ് വരുന്നത്? 4 ആണ്. -6 പ്ലസ് 2 ഈക്വൽ ടു 4 കിട്ടും. -6 ഇൻറ്റു 2 നമുക്ക് -12 കിട്ടും. സോ നമ്മൾ ഈ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ 4p ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? p² മൈനസ് 4p എന്നുള്ളതിനെ -6p പ്ലസ് 2p എന്ന് എഴുതാം. -6p പ്ലസ് 2p എന്ന് എഴുതാം. -12 ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ രണ്ട് ടേമിൽ നിന്ന് p കോമൺ എടുക്കാം. p² നിന്നും 6pയിൽ നിന്നും p കോമൺ എടുക്കുന്നു. ബാക്കി p - 6 പ്ലസ് ഈ രണ്ടെണ്ണത്തിൽ നിന്ന്, ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് 2 കോമൺ എടുക്കാം. 2 ഇൻറ്റു p - 6 എന്ന് കിട്ടും, ഈക്വൽ ടു 0. സോ ഹിയർ ഓൾസോ p - 6 രണ്ട് ടേംസ് വരെയാണ്. അത് നമുക്ക് ഇതിൽ നിന്ന് കോമൺ എടുക്കാം. ആ ഫാക്ടറിൽ നിന്ന്, ഈ റിലേഷനിൽ നിന്ന് നമുക്ക് ഈ രണ്ട് ടേംസ് കോമൺ ആയിട്ട് എടുക്കാം. സോ p - 6 ഈ കോമൺ എടുക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള ടേംസിനിടയിൽ എന്താണ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. p ഇൻറ്റു p - 6ൽ നിന്നാണ് നമ്മൾ p - 6 കോമൺ എടുത്തത്. അപ്പൊ p - 6 എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെയുള്ളത് ഇൻറ്റു p. ഇവിടെ ആണെങ്കിൽ എന്താ ഉള്ളത്? ഇൻറ്റു 2 പ്ലസ് ഇൻറ്റു 2. സോ p പ്ലസ് 2. p - 6 ഇൻറ്റു p പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. വിച്ച് മീൻസ് ഐദർ p - 6 ഈക്വൽ ടു 0. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 0 ആണെന്ന് അറിഞ്ഞാൽ either one of the number will be equal to 0 or both the number will be equal to 0. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ പ്രോഡക്റ്റ് 0 ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ആ നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും 0 ആവാം. അപ്പൊ എന്താ കിട്ടുക? p - 6 ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ p പ്ലസ് 2 ഈക്വൽ ടു 0 ആവാം. ഓർ സോ വി ഗെറ്റ് p - 6 equal to 0 implies p equal to 6. Right. -6 equal to ഇപ്പുറത്ത് പോകുമ്പോൾ +6 ആവും. Or p plus 2 equal to 0 implies p equal to -2. അതായത് p എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ p യുടെ വാല്യൂ എന്താവാം? 6 ആവാം, അല്ലെങ്കിൽ -2 ആവാം. 6 ആവാം, അല്ലെങ്കിൽ -2 ആവാം. ക്ലിയർ? ഇനി എക്സസൈസ് 5A സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. x² പ്ലസ് p - 3 into x plus p equal to 0. It's given the quadratic equation has equal roots. Only one root is there, which means b² minus 4ac is equal to 0. Here a is equal to 1. b is equal to p minus 3, c is equal to p. So solving b² minus 4ac, we get b² p minus 3 the whole square, p minus 3 the whole square minus 4 into a is 1 into c, 4p equal to 0. p minus 3 whole square is p² minus 6p plus 9, remaining minus 4p equal to 0. -6 minus 4 is 10. p² minus 10p plus 9 equal to 0.
Again we are getting another quadratic equation. ഒരു quadratic equation സോൾവ് ചെയ്യാനായി നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിയിലത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ നമുക്ക് വീണ്ടും ഒരു quadratic equation ആണ് കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മുന്നിലുള്ള അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഫാക്ടറൈസേഷൻ ത്രൂ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പോവാണ്. ഓൺ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം മിഡിൽ ടേമിനെ? വി ഹാവ് ടു സ്പ്ലിറ്റ് ദ മിഡിൽ ടേം. ഇതിൽ ഏതാ മിഡിൽ ടേം? 10p ആണ് മിഡിൽ ടേം. ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? വി ഹാവ് ടു സ്പ്ലിറ്റ് 10p ഇൻ സച്ച് എ വേ ദാറ്റ് വി ഹാവ് ടു ഗെറ്റ് ദ സം ആൻഡ് പ്രൊഡക്റ്റ് റൂൾ ആണ്. സം -10 ആയിരിക്കണം, പ്രോഡക്റ്റ് 9 ആയിരിക്കണം. ഇപ്പൊ നമുക്ക് 9ന്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കാം. 1 × 9 9 ആണ്. -10 കിട്ടുമോ നമുക്ക്? 1 + 9 10 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് -10 ആണ്. അപ്പൊ -10 വരണമെങ്കിൽ -1 + -9 എന്താ കിട്ടുക? -10 കിട്ടും. -1 × -9 പോസിറ്റീവ് 9 കിട്ടും. സോ വി ഗോട്ട് ദ ഫാക്ടേഴ്സ്. നമുക്ക് ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞു. എങ്ങനെ എഴുതാം? അപ്പോൾ p² - 10p + 9 = 0 എന്നുള്ളതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാണ്. p² - 1p -p -9p + 9 = 0. -10 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് -p - 9 -p + -9 = -10. ഇനി ഇതിൽ നിന്ന് ഫാക്ടേഴ്സ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ടേമിൽ നിന്നും നമുക്ക് p കോമൺ ആയിട്ട് എടുക്കാം. p കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ ഉള്ളത് p × ഇതിൽ നിന്ന് p എടുത്താൽ p × p ആണ് p². അതിൽ നിന്ന് p കോമൺ എടുത്തു, ബാക്കി വരുന്നത് p -p × 1 ആണ് p. സോ ഇവിടെ -1 മൈനസ് ഈ രണ്ടെണ്ണത്തിൽ നിന്നും നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും? -9 കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ 9 - 9 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ p ഉണ്ട്. -9 ആണ് കോമൺ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ പ്ലസ് വരണമെങ്കിൽ -9 × -1 എന്നുള്ളതായിരിക്കും. അപ്പൊ ഇവിടെ -1 കിട്ടും = 0. Here again we are getting p - 1 the same term. p - 1 കോമൺ എടുത്തു കഴിഞ്ഞു. ഈ കോമൺ എടുക്കുന്നതിനിടയിൽ ഇവിടെ ഇൻറ്റു ആണ് ഉണ്ടായിരുന്നത്. സോ p - 1 × p - 9 = 0. Which means either p - 1 = 0 or p - 9 = 0. ഒന്നുമില്ലെങ്കിൽ p - 1 = 0 ആണ്, അല്ലെങ്കിൽ p - 9 = 0 ആണ്. p - 1 = 0 implies p = 1 or p - 9 = 0 implies p = 9. So the two values for p, നമുക്ക് കിട്ടുന്ന pയുടെ രണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് p - 1, അടുത്തതെന്ന് പറയുന്നത് p = 1, അടുത്തതെന്ന് പറയുന്നത് p = 9. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇക്വേഷൻ 3x² - 12x + n - 5 = 0 ഹാസ് ഈക്വൽ റൂട്ട്സ്. തന്നിരിക്കുന്ന ഈ ഇക്വേഷന് ഈക്വൽ റൂട്ട്സ് ആണുള്ളത്. അങ്ങനെയെങ്കിൽ ഇഫ് ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സെയിം നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ്. b² - 4ac എത്രയാണ്? ഈക്വൽ റൂട്ട്സ് ആണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. b² - 4ac 0 ആണ്. സോ വി ആർ റീറൈറ്റിംഗ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. 3x² - 12x + n - 5 = 0 + n - 5
equal to 0. ഇനി ടേംസ് എടുത്ത് എഴുതാം. a equal to 3, b equal to -12, c is equal to n minus 5. And discriminant d equal to b square minus 4ac. It is given it has equal roots, so b square minus 4ac equal to 0. Substituting b square minus 4ac, we get -12 whole square minus 4 into a, 3 into c, n minus 5 is equal to 0. -12 whole square, 12 square, 12 square is 144. 144 minus 4 into 3, 12. 12 into n minus 5. 144 minus 12n plus 12 minus 12 into minus 5, 60 plus 60. So we get 144 minus 12n plus 60 equal to 0. 144 plus 60 is 204. 204 minus 12n is equal to 0, which means which means 204 equal to 12n, or n equal to 204 divided by 12. ഇവിടുത്തെ ഇൻറ്റു ടേം ഈക്വൽ ടു n, ഇവിടുത്തെ മൈനസ് ഈക്വൽ ടു n ഇപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് പോസിറ്റീവായിട്ട് മാറും. ഇവിടെ ഇൻറ്റു 12 ഈക്വൽ ടുവിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് 12. ശരിക്കും ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും അല്ല അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. നമ്മളിവിടെ 204-ലെ 12 ക്യാൻസൽ ചെയ്യാനായിട്ട് രണ്ട് സൈഡും 12 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 204/12, 12n/12 എന്നുള്ളതാണ് ഇവിടെ ശരിക്കും ചെയ്യുന്നത്. നമ്മൾ പറയാൻ എളുപ്പത്തിന് അങ്ങനെ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 12. ദാറ്റ്സ് ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ്. So we get n equal to 70. N equal to 70. Okay. Third question കഴിഞ്ഞു. Third question കഴിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിൽ നോക്കാം. Find the value of m if the following equation has equal roots. നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി തന്നിരിക്കുന്ന ഇക്വേഷൻ കുറച്ചുകൂടി എന്ത് ഉള്ളതാണ്, ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സോ ഹിയർ ദ ഇക്വേഷൻ ഈസ് m-2 into x square minus 5 plus m into x plus 16 equal to 0, given that this quadratic equation has equal roots, which means its discriminant b square minus 4ac is equal to 0. Writing the terms, a is equal to m minus 2, b is equal to minus 5 plus m, c is equal to 16. So substituting to b square minus 4ac, we get b square minus 5 plus m whole square minus 4 into a is m minus 2 into c into 16 is equal to 0. We can substitute that. Right. Now minus 5 plus m whole square, we get
25 plus m square plus 10m minus 4 into m, 4m. Before that, we can multiply 16 into 4, 64. That will be an easier way. So we get minus 64m plus 128 equal to 0. Solving and simplifying, we get m square minus 54m plus 153 is equal to 0. Here also we are again getting a quadratic equation, and this quadratic equation has to be solved. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കിനി ഇതിൻ്റെ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഇവിടെയും സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് ചെയ്യുന്നത്. സം എത്രയാവണം? -54 ആയി കിട്ടണം. പ്രോഡക്റ്റ് എത്ര കിട്ടണം? +153 കിട്ടണം. സോ 153യുടെ ഫാക്ടേഴ്സ് ചെയ്ത് നോക്കാം. 1 into 153, 153നെ എങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് 153യും 1ഉം കൂടെ എങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് 54 കിട്ടില്ല. 2ൽ വരില്ല. 3ക്കാണെന്നുണ്ടെങ്കിൽ 3 into 51 എന്ന് പറയുന്നത് 153 ആണ്. ഓൾസോ -3 പ്ലസ് -51 എന്ന് പറയുന്നത് -53 ആണ്. -54 ആണ്. സോ നമുക്ക് -54 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യാം. m സ്ക്വയർ മൈനസ് 54m പ്ലസ് 153 ഈക്വൽ ടു 0 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് n സ്ക്വയർ മൈനസ് 51m മൈനസ് 3m പ്ലസ് 153 ഈക്വൽ ടു 0. ഇനി ഇതിലെ കോമൺ ടേംസ് എടുക്കുക ചെയ്യുക. m കോമൺ എടുക്കുന്നു. m ഇൻറ്റു m മൈനസ് 51 മൈനസ് 3 ഇൻറ്റു ഹിയർ ഓൾസോ 3 into 51 minus 3 into 51 ആണ്. So m minus 51 equal to 0. From this we can take m minus 51 as common. m minus 51 into m minus 3 equal to 0, which implies m minus 51 equal to 0 or m minus 3 equal to 0. രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 0 ആണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഈ നമ്പർ 0 ആണ്, അല്ലെങ്കിൽ ഇത് 0 ആണ്, അല്ലെങ്കിൽ രണ്ടും 0 ആണ്. Either of this will be equal to 0, which implies m equal to 51 or m equal to 3. So the value of m is m equal to 51 or m equal to 3. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഈ കാണുന്ന എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് m equal to 51 ആകാം, അല്ലെങ്കിൽ m equal to 3 ആവാം. ഡൺ. സോ 4th ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസൈസ് 5A ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Find the value of k for which the equation 3x square minus 6x plus k has distinct and real roots. തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ്? 3x square minus 6x plus k equal to 0 എന്നുള്ളതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഗിവൺ ദാറ്റ് ദീസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്, രണ്ട് റൂട്ട്സ് ഉണ്ട്.
അങ്ങനെ ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് വരുന്ന കണ്ടീഷൻ ഏതാണ്? ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 വരുന്നതാണ്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. ഹിയർ നമുക്ക് വാല്യൂസ് എടുത്തെഴുതാം. എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു -6, സി ഈക്വൽ ടു k. Substituting to b square minus 4ac, we can write -6 whole square minus 4 into a. A is 3 into c is k is greater than 0. -6 whole square is 36 minus 12k is greater than 0. 36 minus 12k greater than 0, which implies നമ്മൾ linear inequalities solve ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. We can write 36 minus 12k greater than 0 implies 36 greater than 12k, or dividing 12 on both sides, we get 36 by 12, 3 greater than 12k by 12, get k, which means 3 greater than k means k is less than 3. So the value of k is less than 3. കെയുടെ വാല്യൂ 3നേക്കാൾ ചെറുതായിട്ടുള്ള ഏത് നമ്പർ ഇട്ടാലും, ഏത് നമ്പർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കെ ഇസ് ലെസ് ദാൻ 3. ദാറ്റ്സ് ദ ആൻസർ. കെയുടെ വാല്യൂ 3നേക്കാൾ, അതായത് 2 ആവാം, 1 ആവാം, 0.9 ആവാം, 0.8 ആവാം, അങ്ങനെ താഴോട്ടുള്ള വാല്യൂസ് ഏതാവാം, നെഗറ്റീവ് നമ്പേഴ്സ് ഏതെങ്കിലും ആവാം. ഏത് വാല്യൂ വന്നാലും കെയുടെ വാല്യൂ ലെസ് ദാൻ 3 ആയിട്ടുള്ള ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ എക്സസൈസ് 5A കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് സോൾവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ പറയാം.